തമ്മിൽ കണ്ടപ്പോൾ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, സാർ ഇത് മറ്റേ പരിപാടിക്ക് വേണ്ടിയിട്ടല്ലേ? അതായത് അവസാനം കുറേ കാര്യങ്ങൾ സാറ് പറയും, ഈ കാര്യങ്ങളൊക്കെ എക്സാമിനറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ട് എക്സാമിനർ ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ? എന്നാൽ അങ്ങനെയല്ല. ഓക്കെ, നിങ്ങൾ ജെന്യുവിൻലി നിങ്ങൾക്ക് എന്താണ് എക്സാമിനറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പല പല കാരണങ്ങളുണ്ടാവും. അഫോർഡബിൾ ആയിട്ടുള്ള നമ്മൾ ഫീസ് എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്. പക്ഷേ എനിക്ക് എപ്പോഴും അറിയാം, എത്ര അഫോർഡബിൾ നമ്മൾ പറഞ്ഞാലും, അഫോർഡബിൾ ആണെന്ന് നമ്മൾ വിശ്വസിച്ചാലും പലർക്കും അഫോർഡബിൾ തന്നെ ആയിരിക്കും. പലർക്കും അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ചെറിയൊരു ഫീസായിരിക്കും. പക്ഷേ വേറെ പലർക്കും അങ്ങനെ ആയിരിക്കില്ല. ഇനി അതല്ലാത്ത വേറെ തടസ്സങ്ങളൊക്കെ ഉണ്ടാവാം നിങ്ങളുടെ വീട്ടിൽ. ചിലപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പേരൻസ് പറഞ്ഞിട്ടുണ്ടാവും, ഓൺലൈനിലൊന്നും പഠിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് നീ ട്യൂഷന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങണമെന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ എക്സാമിനറിൻ്റെ ബാച്ച് ഇല്ലാതെയും നിങ്ങൾക്ക് എങ്ങനെ നല്ലൊരു മാർക്ക് വാങ്ങാം എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് വളരെ ജെന്യുവനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റ് കാര്യം എഫേർട്ടാണ്. ഇത് ബാച്ചിൽ ജോയിൻ ചെയ്തവർക്കും ബാധകമാണ്. എക്സാമിനറിലെ ബാച്ചിൽ ജോയിൻ ചെയ്ത് അതിൽ കുറേ വീഡിയോസും ലൈവ് ക്ലാസ്സും സ്റ്റഡി മെറ്റീരിയലും ഇത് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടുമോ? ഇല്ല. ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടാറുണ്ടോ? ഇല്ല. എല്ലാവർക്കും A+ കിട്ടാറുണ്ടോ? ഇല്ല. നല്ലൊരു ശതമാനം കുട്ടികൾക്ക് കിട്ടാറുണ്ട്, പക്ഷെ എല്ലാവർക്കും കിട്ടാറുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ പ്രൈമറി റീസൺ എന്താണെന്ന് വെച്ചാൽ ബുദ്ധി ഇല്ലാത്തതുകൊണ്ടോ കഴിവില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. ഈ സാധനമാണ് പ്രശ്നം. നിങ്ങൾ എവിടെ ജോയിൻ ചെയ്തില്ലെങ്കിലും ഫസ്റ്റ് ചെയ്യേണ്ടായിരുന്നാണ് നിങ്ങൾ ഇടുന്ന എഫേർട്ടാണ്. അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. അത് ബാച്ചിൽ ജോയിൻ ചെയ്തില്ല. പ്രത്യേകിച്ച് ജോയിൻ ചെയ്യാത്തവർ നിങ്ങൾ കുറച്ച് അധികം എഫേർട്ട് ഇടേണ്ടി വരും. കാരണം ജോയിൻ ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് ലൈവ് ക്ലാസ്സും കാര്യങ്ങളെല്ലാം ഷെഡ്യൂൾ ആയിട്ടുണ്ടാവും. ഫുൾ സാധനം നമ്മൾ എടുത്തു തരും. അവർക്ക് ഇഷ്ടമുള്ള ടീച്ചേഴ്സാണ് എടുക്കുന്നത്. അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ലൈവിലൊന്ന് കാണാൻ. വലിയ മടിയൊന്നും ഉണ്ടാവില്ല. പിന്നെ പുറത്തൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലേ? ട്യൂഷൻ അവിടെ ഇവിടെ ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിൽ തന്നെ ഇരുന്ന് കംഫർട്ടബിളായിട്ട് കാണാം. അപ്പം അങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതില്ലാത്ത കുട്ടികൾ കുറച്ച് അധികം എഫേർട്ട് ഉണ്ട് വരും. ഓക്കെ, എത്ര എഫേർട്ട് ഇടേണ്ടി വരും? അതിൽ ഫസ്റ്റ് കാര്യം ടൈമിൻ്റെയാണ്. സാർ 10 മിനിറ്റ് എഫേർട്ട് ഇട്ടാൽ മതി എല്ലാ ദിവസം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 90% മുകളിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെന്ന്? ഒരിക്കലും പറ്റില്ല. മിനിമം നിങ്ങൾ ഡെയിലി സ്റ്റാർട്ടിങ്ങിലെങ്കിലും, ഒരു ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മിനിമം നിങ്ങൾ 1.5 മണിക്കൂറെങ്കിലും പഠിച്ചു തുടങ്ങി. മെല്ലെ 2 മണിക്കൂറിലേക്ക് അത് ഉണ്ടാക്കി എടുത്താലേ നടക്കുള്ളൂ. 90% പോലെ A+ ആണ് നിങ്ങൾ വയ്ക്കുന്നത്, അത് മിനിമം അത്രയും വേണ്ടി വരും. ഇനി ഒറ്റയടിക്ക് 1.5 മണിക്കൂറൊക്കെ പഠിച്ച് തുടങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മെല്ലെ നിങ്ങൾ എന്ത് ചെയ്യാം, ആ നമ്പറിലേക്ക് എത്തിയാൽ മതി. 10 മിനിറ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നല്ലത് 15 മിനിറ്റ് ആക്കണം, അല്ല 20 മിനിറ്റ് ആക്കണം. അങ്ങനെ മെല്ലെ കൂട്ടിയാലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ സ്കൂളൊക്കെ തുടങ്ങിയാൽ വിത്തിൻ 1 മന്ത് നിങ്ങൾ ഈ ഒരു ലെവലിലേക്ക് എത്തുക. ബാച്ചിലെ കുട്ടികളാണെങ്കിലും ഓൾമോസ്റ്റ് എത്ര തന്നെ വേണം, അതിൽ വ്യത്യാസം വരുന്നില്ല. അകലെ വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എവിടുന്ന് ഈ ക്ലാസ് കാണണമെന്ന്, എവിടുന്ന് എഫേർട്ട് എടുക്കുന്നു എന്നുള്ളതാണ് ബാച്ചിലില്ലാത്ത കുട്ടികളുടെ കാര്യം പറയുന്നത്. പക്ഷേ ഫസ്റ്റ് കാര്യം എഫേർട്ടാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ വരുമ്പോൾ ടീച്ചർ. നല്ല ടീച്ചേഴ്സ് നിങ്ങൾക്ക് വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ 90% മുകളിൽ കിട്ടൽ എളുപ്പമായിരിക്കില്ല. നല്ല ടീച്ചേഴ്സ് എവിടെ നിന്നും ആവാം. ട്യൂഷൻ ക്ലാസ്സിൽ ടീച്ചറാവാം, നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് ആവാം. പല സ്കൂളിലും ഗംഭീര ടീച്ചേഴ്സ് പഠിപ്പിക്കാറുണ്ട്. നമ്മുടെ ഓൺലൈനേക്കാളൊക്കെ ബെറ്റർ ടീച്ചേഴ്സ് വരെ ചില സ്കൂളിൽ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർ, അല്ല നിങ്ങളുടെ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന ട്യൂഷൻ ടീച്ചർ എന്തോ, ആ ടീച്ചറിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, ആ ടീച്ചർ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർന്നു, സെറ്റ്. ആ എഫേർട്ടും കൂടി വെച്ചാൽ അവിടെ തീർന്നു. പക്ഷെ ആകെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നെക്സ്റ്റ് ഇയറിലൊക്കെ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എക്സ്ട്രാ ശ്രദ്ധിക്കണം. ഏത് ടീച്ചറാണെങ്കിലും, എക്സാമിനർ ടീച്ചറാണെങ്കിലും ഏത് ടീച്ചറാണെങ്കിലും ഫസ്റ്റ് കാര്യം കോൺസെപ്റ്റ്സ് നല്ലോണം പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അതായത് ജസ്റ്റ് ഇങ്ങനെ ഇത് ഒരു ടോപ്പിക് ഉണ്ട്, പ്രത്യേകിച്ച് സയൻസിലും മാത്സിലൊക്കെ വരുമ്പോൾ ഒരു ടോപ്പിക് ഉണ്ട്, ആ ടോപ്പിക് കൂടി പഠിച്ചോ, അല്ലെങ്കിൽ ഇതെങ്ങനെ കൂടി പഠിച്ചാൽ മതി, ഇതിങ്ങനെയാണ്, ഈക്വേഷൻ ഇങ്ങനെയാണ്, ഇതിങ്ങനെ കൂടി പഠിച്ചാൽ മതി എന്ന് പറയുന്ന, അല്ല ആ രീതി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ ഈ വരുന്ന വർഷങ്ങളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഈ വരുന്ന വർഷങ്ങളിൽ തന്നെ എടുത്തു പറയുന്നത്. നിങ്ങൾക്കറിയാം പരീക്ഷകളുടെ ലെവൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം അത്രയും നിങ്ങൾ അറിഞ്ഞിട്ടില്ല, പക്ഷേ ഇനിയുള്ള വർഷങ്ങൾ എന്തായാലും അത് നമ്മൾ അറിയാൻ പോകുന്ന ഒരു കാര്യമാണ്. ലെവൽ മാറി വരികയാണ്. ഇപ്പോൾ ലെവൽ മാറി വരുമ്പോൾ എന്താണ് ശരിക്കും മാറുന്നത്? ശരിക്കും മാറുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയാണ് നമ്മൾ നോക്കുന്നെങ്കിൽ, ഈസി പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കോൺസെപ്റ്റ് ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ വെറുതെ ആ ബൈഹാർട്ട് പഠിച്ചു പോയാൽ, അത് ജസ്റ്റ് ഇങ്ങനെ നോക്കി ഇക്വേഷനൊക്കെ നോക്കി പോയാൽ മാർക്ക് കിട്ടും. ആ രീതിയിലായിരുന്നു പരീക്ഷകളുടെ ഒരു ലെവൽ. ഇനി അങ്ങോട്ട് പരീക്ഷ കുറച്ച് ടഫാക്കുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് നോക്കി പോന്ന് കൂട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ബൈഹാർട്ട് മാത്രം ഇക്വേഷനൊക്കെ പഠിച്ചു പോന്ന് കൂട്ടി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാവും. കാരണം ആ അവസാനം പഠിക്കുന്ന ബൈഹാർട്ട് സാധനം ആയിരിക്കില്ല പരീക്ഷ ചോദിക്കുക. അതിൻ്റെ പുറകിലുള്ള കോൺസെപ്റ്റ് ഉണ്ടാവില്ലേ, അതിനെ അടിസ്ഥാനമാക്കിയാണ് ചോദ്യം വരാൻ പോകുന്നത്. ഇതാണ് +2 ഈ പ്രശ്നം സംഭവിച്ചത്. അതെല്ലാ താഴേക്കുള്ള ക്ലാസ്സിൽ ഇനി സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ നന്നായിട്ട് കോൺസെപ്റ്റ് പഠിച്ചില്ലേ പ്രശ്നമാണ്. അങ്ങനെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാൻ വേണ്ടി, അല്ല ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. അത് നിങ്ങൾക്ക് മനസ്സിലാവും.
നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും ടീച്ചർ അങ്ങനെ തന്നെയാണോ പഠിപ്പിക്കുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം ടെക്സ്റ്റ് ബുക്ക് കവറേജ്. പ്രത്യേകിച്ച് നിങ്ങൾ 10 +1 +2 ഒക്കെ ആണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ടീച്ചറാണ്. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ അവിടെ ഇവിടെയൊക്കെ തീരെ ചോദിക്കില്ല അല്ലെ പഠിക്കേണ്ട ആവശ്യമില്ലാത്ത വളരെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് എക്സെപ്ഷൻസ് ആണ്. അതല്ലാത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇമ്പോർട്ടൻ്റ് ആണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് തീർക്കുന്ന രീതിയിലായിരിക്കും ടീച്ചർ പഠിപ്പിക്കുന്നത്. അതല്ലാതെ ടീച്ചറിന് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അല്ലെ മുൻ പരീക്ഷയിൽ ചോദിച്ച ഭാഗങ്ങൾ മാത്രം എടുത്ത് പഠിപ്പിക്കുന്ന രീതിയിലാണ് ഇനി അങ്ങോട്ട് പ്രശ്നമായിരിക്കും, സീരിയസ് പ്രശ്നമായിരിക്കും. മൂന്നാമത്തെ കാര്യം ക്വസ്റ്റ്യൻസ്. നല്ല ലെവലുള്ള ഈ പറഞ്ഞ പോലെ പുതിയ പാറ്റേൺ എക്സാം വരുന്ന സമയത്ത് കുറച്ച് കട്ടിക്കൂടി, എല്ലാ ചോദ്യങ്ങളും കട്ടിക്കൂടി ചോദ്യങ്ങളായിരിക്കണം എന്നില്ല, എന്നാൽ ഏതാണ്ട് ആ ഒരു ലെവലിലേക്ക് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ വേണം പഠിത്തം അല്ല മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇങ്ങനെ പറയുന്നതല്ല കേട്ടോ, ഇങ്ങനെ ഉദ്ദേശിച്ച് പറയില്ല സാറേ ഇതൊക്കെ അവസാനം സാറ് പറയും ഇതൊക്കെ എക്സാമിനറെ പഠിപ്പിക്കുള്ളൂ, ഇങ്ങനെ വേറെ ആരും ഇങ്ങനെ പഠിപ്പിക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടില്ല. ഇനി അങ്ങോട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എക്സാംസ് ഒക്കെ കട്ടി കൂടി വരുന്ന സമയത്ത് ഇങ്ങനെ പഠിപ്പിച്ചാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അതാണ് സത്യം. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, മനസ്സിലായില്ലേ? അല്ലാണ്ട് ഇത് എക്സാമിനറിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല, പലർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൂ. പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എപ്പോഴും നമ്മുടെ യൂട്യൂബ് ക്ലാസ് ഉണ്ടാവുന്നതായിരിക്കും, അതും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. പക്ഷേ യൂട്യൂബ് ക്ലാസ് ഇനി വരുന്ന വർഷങ്ങളിലൊക്കെ എക്സാം സമയത്തായിരിക്കും, ഓണം എക്സാം സമയത്ത് റിവിഷന് വേണ്ടിയിട്ട്, ക്രിസ്മസ് എക്സാം, പബ്ലിക് എക്സാംസ്, റിവിഷൻ എന്ന രീതിയിലാണ് നിങ്ങളതിനെ കാണേണ്ടത്. അതൊന്ന് പഠിക്കാം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതുവരെ ഒന്നും പഠിക്കാത്ത അതൊന്ന് പഠിക്കാമെന്ന് വിചാരിച്ചാൽ A+ മുകളിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട, നിങ്ങൾക്ക് അല്ലാതെ മാർക്ക് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. അത്രയ്ക്ക് പറയാനുള്ളൂ. അതാണ് ഓണസ്റ്റ് ഒപ്പീനിയൻ. പിന്നെ ക്വസ്റ്റ്യൻസ് വേണം, കുറേ ക്വസ്റ്റ്യൻസ് വേണം. അത് ടീച്ചേഴ്സ് തരുന്ന ക്വസ്റ്റ്യൻസ് കൂടാതെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് വേണ്ടി വരും. ഇപ്പോൾ എക്സാമിനർ ബാച്ചിലൊക്കെയാണ് നമ്മൾ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യും, അല്ലാത്ത ക്വസ്റ്റ്യൻ എക്സ്ട്രാ നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ടും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. പക്ഷേ അത് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണേൽ കണ്ടുപിടിക്കാവുന്നതാണ്. ഓൺലൈനിലേക്ക് പോയി സെർച്ച് ചെയ്താൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നതായിരിക്കും. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അതെന്ന് വെച്ചാൽ നിങ്ങൾ ഒപ്പിക്കണം, കുറച്ച് പണിയെടുത്താൽ മതി, പക്ഷേ ഒപ്പിക്കാൻ പറ്റും. PYQ മിനിമം ചെയ്യേണ്ട കാര്യമാണ്. PYQ ചെയ്തിട്ട് ഫുൾ ചെയ്തിട്ട് പരീക്ഷ A+ കിട്ടുന്നല്ല ഞാൻ പറയുന്നത്, ഇത് ചെയ്തില്ലെങ്കിൽ A+ കിട്ടില്ല എന്നാണ് പറയുന്നത്. PYQൻ്റെ ബാച്ചിലാണെങ്കിൽ അറിയാലോ, നമുക്ക് PYQ വീഡിയോ സൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് ബാച്ചിലില്ലെങ്കിൽ PYQ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മുടെ എക്സാമിനറുടെ വെബ്സൈറ്റിൽ തന്നെ ഫ്രീ ആയിട്ട് കിട്ടും. അതിന് ആൻസർ കണ്ടുപിടിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയാൽ മതി. എൻ്റെ അറിവിൽ അതിൻ്റെ ആൻസർ ഓൺലൈൻ ഫ്രീ ആയിട്ട് എവിടെ ഞാൻ കണ്ടിട്ടില്ല. നീ ഉണ്ടെങ്കിൽ നല്ല കാര്യം, തീർന്നു. പിന്നെ നിങ്ങൾ വേറെ അതിന് വേണ്ടി ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടാൻ വേണ്ടി എക്സാമിനറുടെ ബുക്ക് വാങ്ങാം. ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നില്ല, ബുക്ക് വാങ്ങാം. ബുക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് താഴെ നമ്പർ കാണായിരിക്കും, അവിടെ വാട്സപ്പ് ചെയ്താൽ മതി. അത് നിങ്ങളുടെ ഓപ്ഷൻ കേട്ടോ. നിങ്ങൾക്ക് അത് വാങ്ങേണ്ട സാർ എനിക്ക് വാങ്ങണ്ട, ഇത് രണ്ടും നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻസിന് നിങ്ങൾ മിനിമം ചെയ്യേണ്ടത്. പിന്നെ ക്ലാസ് ഒന്ന് ടീച്ചർ ഇരുന്ന് ക്വസ്റ്റ്യൻ കഴിഞ്ഞത്രേ ഉള്ളൂ. പിന്നെ ഇത് എല്ലാം കൂടെ നന്നായി എഫേർട്ട് എടുത്ത് മിനിമം 1.5 hours പെർ ഡേ ഈ ഒരു കാര്യം വീണ്ടും ഓരോരോ ചാപ്റ്ററിനും ഓരോരോ സബ്ജക്റ്റും നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആരുടെ സഹായം ആവശ്യമില്ല, എക്സ്ട്രാ സഹായം നിങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷേ ആകെ വ്യത്യാസം കൺസിസ്റ്റൻ്റ്ലി ചെയ്യാൻ പറ്റണം. പല കുട്ടികളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് വീഡിയോ കണ്ടിട്ട് തീരുമാനം എടുക്കാൻ എളുപ്പമാണ്. പക്ഷേ പ്രാക്ടീസിൽ വരുന്ന സമയത്ത് എല്ലാ ദിവസവും ഇങ്ങനെ കുത്തിയിരുന്നിട്ട് 1.5 മണിക്കൂർ ചെയ്യൽ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുക വിത്തൗട്ട് ഗൈഡൻസ് ഒക്കെ എല്ലാവർക്കും പറ്റിയ കാര്യമല്ല, പക്ഷേ ചിലർക്ക് പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് അങ്ങനെ പറ്റും, ഒറ്റയ്ക്ക് പറ്റും, നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് പറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, ഇങ്ങനെ പഠിച്ചാൽ പറ്റുമെന്ന് എനിക്കറിയാം, ഒരു സംശയമില്ല, പക്ഷേ ഇങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആരുടെ സഹായം ഇല്ലാതെ നിങ്ങൾക്ക് ആ മാർക്കിൽ എത്താൻ പറ്റും. അങ്ങനെ എത്ര കുട്ടികൾ എത്താറുണ്ട്. ഓക്കെ, അപ്പം ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തുദ്ദേശത്തോടെയാണ് പറഞ്ഞതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അത് ആ ഉദ്ദേശത്തിൽ തന്നെ കാണാം, ജെന്യുവൻ ആയിട്ടുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് പറയുന്നത്. അങ്ങനെ കണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നമ്മളും തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ മാർക്കിലേക്ക് എത്താൻ പറ്റുകയും ചെയ്യും. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ഇങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും